റിപ്പോർട്ടർ ബ്രേക്കിംഗിൽ സാധാരണക്കാർ മാത്രമല്ല സെലിബ്രിറ്റികളും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വ്യാപകമായി ഇരയാകുന്നുണ്ട്. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് 1 വർഷത്തിനിടെ 3 നടിമാരാണ് ഇതിനകം പരാതി നൽകിയത്. എന്നാൽ ഒരു കേസിൽ മാത്രമാണ് പ്രതികൾ പിടിയിലായിട്ടുള്ളൂ. വ്യാജ വിദേശ IP അഡ്രസ് ഉപയോഗിച്ച് കുറ്റകൃത്യം നടത്തിയതാണ് മറ്റു 2 കേസുകളിലും പ്രതികളെ പിടികൂടാൻ തടസ്സമാകുന്നത്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഇപ്പോൾ വിദേശത്തു നിന്നും ഈ ക്രൈമിൽ ഏർപ്പെടുന്ന നിരവധി മലയാളികളുണ്ട്. അവരെയൊന്നും പിടിക്കാൻ പറ്റില്ല എന്നാണോ ഇപ്പോൾ സൈബർ പോലീസ് പറയുന്നത്? ഇപ്പോൾ സെലിബ്രിറ്റികളും വലിയ രീതിയിൽ ഇരകളാകുന്നു എന്നുള്ള വിവരം വരുമ്പോൾ ഒരു കേസിൽ മാത്രമാണോ ഇതിൽ പ്രതിപിടിയിലായിട്ടുള്ളത്? ശരൺ, സ്മൃതി, വിദേശത്ത് നടന്ന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അതിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കടമ്പകളുണ്ട്, അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതാണ് സൈബർ പോലീസ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കൂടുതൽ സെലിബ്രിറ്റികൾ ഈ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരകളാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കണക്കാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 3 നടിമാരാണ് തൻ്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. അതായത് കൊച്ചി സൈബർ പോലീസിന് പരാതി നൽകുന്നു. അങ്ങനെ സൈബർ പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇതിൽ ഒരു കേസിൽ മാത്രമാണ് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന് കാരണം ഈ പ്രതികൾ മലയാളികളായിരുന്നു എന്നുള്ളതാണ്. ഒരു നടിയുടെ പരാതികൾ പറയുന്നത് സമൂഹ മാധ്യമത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പിൽ ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇടുന്നു. അതിനുശേഷം അത് താൻ കാണാൻ വേണ്ടി തന്നെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയും കൊച്ചി, കോഴിക്കോട് സ്വദേശികളായ 3 പേരെ പിടികൂടുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ മറ്റ് 2 കേസുകൾ, അതായത് മറ്റ് 2 നടിമാർ നൽകിയ പരാതികളിലും ഈ സംഭവം നടന്നിരിക്കുന്നത്, അതായത് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത് അത് വ്യാജ വിദേശ IP അഡ്രസ്സ് ഉപയോഗിച്ചാണെന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഡാർക്ക് വെബിലൊക്കെ തന്നെ സുലഭമായി ലഭിക്കുന്നതാണ് ഈ വ്യാജ IP അഡ്രസ്സ്. ആ വ്യാജ IP അഡ്രസ്സ് ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ കഴിയും. അങ്ങനെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ളത് കണ്ടെത്താൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ IBയുടെയൊക്കെ തന്നെ സഹായം തേടിക്കൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു അന്വേഷണം നടത്തിയാലും ഈ കൃത്യമായി തന്നെ പ്രതികളിലേക്ക് എത്താൻ പല തടസ്സങ്ങളുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ സെലിബ്രിറ്റികൾ ഇപ്പോൾ ഈ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരകളാകുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് പോലീസ് പരമാവധി വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ അത് പലപ്പോഴും വിജയം കാണുന്നില്ല. പല കേസുകളിലും അത് എങ്ങും എത്താതെ അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്.